തിരിഞ്ഞ സംഘർഷത്തിനും വെല്ലുവിളിക്കും നടുവിൽ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ്. ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന കമ്മിറ്റികളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് വാക്പോരിന് നടുവിൽ നടന്നത്. തിങ്കളാഴ്ച അഞ്ചൽ ചല്ലരിക്കൽ ഓഡിറ്റോറിയത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. പുനലൂർ, ചടയമംഗലം മണ്ഡലങ്ങളിലെ ബ്ലോക്ക് കമ്മിറ്റികളിൽപ്പെട്ടവർക്കാണ് അഞ്ചലിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ അവസരമുണ്ടായിരുന്നത്. കനത്ത പോലീസ് സുരക്ഷയ്ക്ക് നടുവിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഗ്രൂപ്പ് തിരിഞ്ഞ് സ്ഥാനാർത്ഥികൾക്കായി പോളിംഗ് ബൂത്തിന് മുന്നിൽ വോട്ട് അഭ്യർത്ഥിക്കുവാൻ പ്രവർത്തകർ ശ്രമിച്ചതാണ് പരസ്പരം വാക്കേറ്റത്തിന് വഴിയൊരുക്കിയത്. വാക്കേറ്റം മൂർച്ഛിച്ചതോടെ മുതിർന്ന നേതാക്കളും പോലീസും ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ചടയമംഗലം, പുനലൂർ ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നുള്ള 608 പ്രവർത്തകർക്കായിരുന്നു അഞ്ചലിലെ പോളിംഗ് ബൂത്തിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ അവസരമുണ്ടായിരുന്നത്. ആകെയുള്ള 608 വോട്ടിൽ 497 വോട്ടാണ് പോൾ ചെയ്തത്. പുനലൂർ ബ്ലോക്കിലെ മത്സരത്തിൽ വിവിധ ഗ്രൂപ്പുകളിൽ നിന്നായി 8 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്. ഐ ഗ്രൂപ്പ് വക്താവായ രാധാകൃഷ്ണൻ, 4ാം ഗ്രൂപ്പ് പ്രതിനിധി സനൽകുമാർ, എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായ മുഹമ്മദ് റഫീഖ് എന്നിവർ തമ്മിലാണ് ബ്ലോക്ക് തലത്തിൽ വാശിയേറിയ മത്സരം നടന്നത്. ചടയമംഗലം ബ്ലോക്കിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഐ ഗ്രൂപ്പിന്റെ RC അജീഷും എ ഗ്രൂപ്പിന്റെ കണ്ണൻ GPയും തമ്മിലാണ് വാശിയേറിയ മത്സരം നടന്നത്. ഐ ഗ്രൂപ്പിന് വേണ്ടി സംസ്ഥാന തലത്തിലേക്ക് RC മഹേഷ്, ജില്ലാ ഘടകത്തിലേക്ക് SS ശരത് കുമാർ എന്നിവരും എ ഗ്രൂപ്പിന് വേണ്ടി ഷാജി G സംസ്ഥാന കമ്മിറ്റിയിലേക്കും ദീപുലാൽ TP ജില്ലാ കമ്മിറ്റിയിലേക്കും മത്സരിച്ചു. പുനലൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ മാത്രമാണ് മത്സര രംഗത്തുള്ളത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.